എന്താ സുശീലേ, നീ എന്തിനാ വന്നത്? നിങ്ങളുടെ ചോദ്യം കേട്ടാൽ ഈ വീടിന്റെ അധികാരി നിങ്ങളാണെന്ന് തോന്നുമല്ലോ. ഇവിടെ വേറെ ആരും ഇല്ലേ? ഇവിടെ വേറെ പലരും ഉണ്ട്. നിനക്ക് ആരെയാ കാണണ്ടത്? ഇതൊക്കെ ഞാനെന്തിനാ നിങ്ങളോട് പറയുന്നേ? ഇതെന്റെ മരുമോളുടെ വീടാ. അവളുടെ അച്ഛന് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എനിക്ക് ഇതുവരെ വന്നൊന്ന് കാണാൻ പറ്റിയില്ല. ഇന്നാണ് നിനക്കതിന് സമയം കിട്ടിയത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഓ, ഞാൻ ആ ശേഖരനെ തിരക്കി വന്നതാണെന്നായിരിക്കും. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഭാനുമ്മേ. ആ കുരിശ് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോകാൻ കാത്തിരിക്കുക ഞാൻ. വേണമെങ്കിൽ അയാളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയ മാഷിനും മോൾക്ക് ഞാൻ ഒരു നന്ദി കൂടി പറയാം. അയ്യോ, ഇവിടെ ആരെയും ക്ഷണിച്ചു വരുത്തിയിട്ടൊന്നുമില്ലമ്മേ. ഇപ്പൊ അമ്മ വന്നതുപോലെ അദ്ദേഹം അച്ഛന്റെ സുഖവിവരം അറിയാൻ വേണ്ടി വന്നതാ. അയ്യോ, അമ്മയും കയറിയിരിക്കേ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. വേറെയും അതിഥികളൊക്കെ ഉണ്ടല്ലോ അകത്ത്. അതിന് നിനക്കെന്താ സുശീലേ? ഈ വീട്ടിൽ നിനക്കുള്ള സ്ഥാനം എന്നും ഇവിടെ ഉണ്ടാവും. അല്ല, സുഖമില്ലാത്ത ഒരാളെ കാണാൻ വന്നാ പുറത്തുനിന്ന് ആരെങ്കിലും കണ്ടിട്ട് പോവോ ബാനുമ്മേ? അല്ല, ഇവിടെ ഹാളിൽ വന്നിരുന്നാലും മതി. ഞാൻ അച്ഛനെ വിളിക്കാം. വാ വാ സുശീലേ, എന്തായാലും വന്നില്ലേ, ഇനി മാഷിനെ കണ്ടിട്ടു പോ. നീ കേറുവാ, കേറുവാ. നീ ഇങ്ങോട്ട് ഇരിക്കും സുശീലേ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ നിന്നോട് പറഞ്ഞെങ്കിലും ദേ, എനിക്കിപ്പൊ നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. നീ ഇവിടെ ഇരിക്ക, ഞാനിപ്പോ വരാം. ശേഖരൻ കുറച്ചു സമയം സമാധാനമായിട്ട് ഇവിടുന്ന് റെസ്റ്റ് ചെയ്യും. ഞാൻ അപ്പോഴേക്കും സുശീലയായിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം. ഇരിക്കച്ചാ, ഇരിക്ക. ഒളിവാ, ശേഖരൻ കിടന്നു. ഇരിക്കിരിക്കി, സുശീല ഇരിക്കും. ഊണ് കഴിച്ചായിരുന്നോ? ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാനിന്ന് കുറച്ച് നേരത്തെ കഴിച്ചു. മാഷ് സാധാരണ പോലെ ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങിയോ? എനിക്കങ്ങനെ ആഹാരത്തിൽ നിയന്ത്രണമൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലോ. എന്നാലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം ഇന്നാ ശരിക്കും ഒന്ന് ഊണ് കഴിച്ചത്. ശേഖരൻ ഇവിടെ ഉണ്ട്. എന്നെ ഒന്ന് കാണാൻ വേണ്ടി അവിടുന്ന് ആരോടും പറയാതെ ഇറങ്ങി വന്നാണെന്നാ പറഞ്ഞത്. സുശീല അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു. അയാൾക്ക് തോന്നിയതുപോലെ നടക്കാനാണെങ്കിലേ അതൊന്നും അവിടെ പറ്റില്ലെന്ന് പറഞ്ഞേക്കണേ മാഷേ. കഴിയുമെങ്കിൽ ഇനി അയാളോട് അങ്ങോട്ട് തിരിച്ചു വരാതിരിക്കാൻ മാഷൊന്ന് പറയണം. എനിക്കും എന്റെ മക്കൾക്കും അയാൾ ആ വീട്ടിൽ നിൽക്കുന്ന ഇഷ്ടമല്ല. അതെനിക്കറിയാലോ. ശേഖരനെ അവിടുന്ന് മാറ്റാൻ നിങ്ങൾ തീരുമാനം എടുത്ത കാര്യവും ഞാൻ അറിഞ്ഞു. അത് ശേഖരനും അറിയാം. അയാളും അതിന് മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. ഒരു കണക്കിന് തല്ലും വഴക്കൊന്നുമില്ലാതെ പോകാൻ തീരുമാനിച്ചത് നന്നായി. പോകുന്നയാൾക്കും വിഷമമില്ല, പോയി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒരു സമാധാനമാവും. അദ്ദേഹത്തിന്റെ ബാഗൊക്കെ അവിടെ ഉള്ളത്, അത് എടുക്കാൻ അങ്ങോട്ട് വരാലോ അല്ലേ? എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിലെടുത്തിട്ട് പോകാൻ പറയണം. അല്ലാതെ അതും ഇതും വെച്ച് മറന്നൊന്നും പറഞ്ഞ് വീണ്ടും തിരിച്ചു വരാൻ ഇടയുണ്ടാക്കരുത്. എന്തായാലും ഇത്രയും നാളൊക്കെ ആയില്ലേ, പോയി നിൽക്കാൻ കൃത്യമായിട്ട് ഒരിടം കിട്ടുന്നവരെ അവിടെ തന്നെ അങ്ങ് നിന്നോട്ടെ. എന്ന് വെച്ച് ഒരുപാട് ദിവസമൊന്നും നിർത്താൻ പറ്റില്ല.
ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു കാര്യം ഞാൻ സുശീലോട് പറയട്ടെ. ഉം. ശേഖരൻ ഇന്ന് വേണമെങ്കിലും അവിടുന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് തയ്യാറാണ്. പക്ഷെ അവസാനമായി അവൻ ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ട്. സുശീല മനസ്സ് വച്ചാൽ ആ ആഗ്രഹം നടക്കും. എന്താഗ്രഹം? ഈ വരുന്ന തിരുവോണത്തിന് കുടുംബത്തോടൊപ്പം ശേഖരന് കഴിയണം. മക്കളോടൊപ്പം ഇരുന്ന് തിരുവോണ സദ്യ ഉണ്ണണം. അത് സുശീലയ്ക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുമോ? ആന്റി, ഇപ്പോഴും ദൈവം ആന്റിയുടെ കൂടെ തന്നെ. ബിഗ് ടിക്കറ്റ് അടിച്ചത് ശേഖരനാണെങ്കിലും 20 കോടി വാങ്ങാൻ പോകുന്നത് ആന്റി ആയിരിക്കും. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേണ്ട സുശീല ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. സമയമുണ്ടല്ലോ. ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. അതിന് താമസിക്കാനൊരിടം കിട്ടിയാലല്ലേ പോകൂ. അതുവരെ അവിടെ ഉണ്ടല്ലോ. ഞാൻ നോക്കട്ടെ മാഷേ. ശരി, നോക്കിയിട്ട് മതി. ആ, എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങുക. ഇനി അയാളുടെ ഊരുതണ്ടലൊന്നും പറ്റില്ല. ഇന്ന് തന്നെ അവിടെ കയറി ഇരുന്നോളാൻ പറയണം. ഇവൾക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ.